ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് യമനിലെ സായുധ സേനയായ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെയും കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിച്ചു തുടങ്ങിയത്. അതോടെ ചെങ്കടൽ പാത കപ്പലുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങി. മാത്രമല്ല, കടൽ മാർഗമുള്ള ചരക്ക് നീക്കം വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇറാനിൽ വെച്ച് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ട ശേഷം ഉടലെടുത്ത അതിസങ്കീർണമായ അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേലിനെതിരെ ലെബനൻ സായുധ സേന ഹിസ്ബുള്ളയും ഹമാസും ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ഇറാനും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരുക്കത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടയിൽ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഹൂതികൾ. ചെങ്കടലിൽ നിന്ന് ഹൂതികളുടെ ആക്രമണം ഇസ്രായേലിലേക്ക് തിരിയുന്നോ? അങ്ങനെ ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ ഗസയിൽ ശക്തമായ കൂട്ടക്കുരുതി നടത്തുന്നതിനിടെ ഹൂതികൾ ഇസ്രായേലിന് നേർക്ക് കനത്ത ആക്രമണം നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. സൂചനയുമായി എത്തിയത് യമൻ്റെ അൻസറുള്ള റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് തലവൻ അബ്ദുൽ മാലിക് അൽ ഹൂതിയാണ്. അറബ് രാജ്യങ്ങളുടെ നിശബ്ദതയാണ് ഹൂതി നേതാവ് വിമർശിച്ചത്. ഗസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിടുമ്പോൾ അറബ് രാജ്യങ്ങൾ അതിനെതിരെ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്ന് അബ്ദുൽ മാലിക് അൽ ഹൂതി ആരോപിക്കുന്നു. പലസ്തീൻകാർക്കെതിരായ ആക്രമണം കണ്ടു നിൽക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പോലും അറബ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നില്ലെന്നും അബ്ദുൽ മാലിക് അൽ ഹൂതി ആരോപിക്കുന്നു. ഇസ്രായേലിനെതിരെ വിശുദ്ധ യുദ്ധം നടത്താനും ഹൂതി നേതാവ് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഗസ യുദ്ധം തുടങ്ങിയ ശേഷം ഇത് ആദ്യമായാണ് അറബ് രാജ്യങ്ങൾക്കെതിരെ ഹൂതികൾ രംഗത്ത് വരുന്നത്. നേരത്തെ സൗദി അറേബ്യയ്ക്കെതിരെ ഹിസ്ബുള്ള പരസ്യ നിലപാട് സ്വീകരിച്ചിരുന്നു. തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് സൗദിയുടെ കിരീടാവകാശി സൽമാൻ രാജകുമാരൻ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതോടെ അറബ് രാജ്യങ്ങൾക്കിടയിലെ ഭിന്നത മറനീക്കി പുറത്തു വരികയാണ്. അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലുമായി രഹസ്യധാരണ ഉണ്ടെന്ന് പോലും ഹൂതികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഗസയിൽ ആരാധനാലയങ്ങളും വിശുദ്ധ ഗ്രന്ഥവും നശിപ്പിക്കുന്നതിനെതിരെയും ഹൂതി നേതാവ് പ്രതികരിച്ചിട്ടുണ്ട്. ഗസയിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന പോരാളികളെ അദ്ദേഹം അഭിനന്ദിച്ചു. ശത്രുവിൻ്റെ പതനം അനിവാര്യമാണെന്നും ഉറപ്പായും അത് സംഭവിച്ചിരിക്കുമെന്നും അബ്ദുൽ മാലിക് അൽ ഹൂതി വ്യക്തമാക്കി. അതിനിടയിൽ ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ തുടരുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പിടിവാശിയിൽ വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയിട്ടുണ്ട്. ഫിലാഡൽഫി ഉൾപ്പെടെ ഗസയിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ സൈനിക നേതൃത്വം തയ്യാറാണെങ്കിലും നെതന്യാഹു വഴങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി യോഗത്തിലും നെതന്യാഹു നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. അതേസമയം ഭാഗിക സൈനിക പിന്മാറ്റത്തിന് തയ്യാറാണെന്ന് നെതന്യാഹു പ്രതികരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടപ്പാക്കി ബന്ദിമോചനത്തിന് വഴിയൊരുക്കണമെന്ന ലക്ഷ്യത്തോടെ US പ്രസിഡന്റ് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം തുടരുകയാണ്. ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യത്തിന് പകരം സമാധാന സേനയെ നിയോഗിക്കുക എന്ന പുതിയ നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വച്ചതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിൻ്റെ മാത്രമല്ല, ഒരു വിദേശ സേനയെയും ഗസയിൽ ഒരിടത്തും തുടരാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹമാസ്. പൂർണ്ണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദിമോചനം സാധ്യമാകില്ലെന്നും ഹമാസ് വ്യക്തമാക്കി. ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തി ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ കനത്ത പ്രക്ഷോഭം തുടരുകയാണ്. തെൽ അവീവിലും ജെറുസലേമിലും കഴിഞ്ഞ ദിവസവും ആയിരങ്ങൾ തെരുവിലിറങ്ങി. 6 ബന്ദികളുടെ മൃതദേഹം ഗസയിലെ തുരങ്കത്തിൽ കണ്ടെത്തിയതോടെയാണ് ഇസ്രായേലിൽ പ്രക്ഷോഭം രൂക്ഷമായത്. അതിനിടെ ഗസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ കൂട്ടക്കൊലയും അതിക്രമവും തുടരുകയാണ് ഇസ്രായേൽ. ജെനിൻ, തുൽക്കറം, തുബാസ്, ഹെബ്രോൺ എന്നിവിടങ്ങളിൽ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.